കുമളിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന മംഗളാദേവി ക്ഷേത്രത്തിൽ ഈ കഴിഞ്ഞ ചിത്രപൗർണമിക്ക് അതായത് 1/5/2026 ഞാൻ പോയി. അതിൻ്റെ വിശദമായ വീഡിയോ ആണിത്. ഇതാണ് ക്ഷേത്രം. ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് രാവിലെ കുമളിയിലെത്തിയിട്ട് ജീപ്പ് മാർഗം പോകാം, നടന്നും പോകാം. ഞങ്ങൾ നടന്നാണ് പോയത്. ജീപ്പ് മാർഗം പോകേണ്ടവർക്ക് പോകാം. അതിന് പ്രത്യേക പാസ്സൊന്നുമില്ല. നടന്നു പോകുന്നതിനും ജീപ്പ് മാർഗം പോകുന്നതിനും ഒന്നും പ്രത്യേക പാസ്സൊന്നുമില്ല. ജീപ്പ് മാർഗം പോകേണ്ടവർ അവിടെ ക്യൂ നിന്ന് അവരുടെ ഊഴമനുസരിച്ച് ജീപ്പിൽ കയറി പോകണം. ഞാനും മയിലാടുപാറ അനീഷും ഓമല്ലൂർ കണ്ണനും കൂടി രാത്രിയിൽ വീട്ടിൽ നിന്ന് തിരിച്ച് രാവിലെ 5 മണിയായപ്പോൾ കുമളിയിലെത്തി. കുമളിയിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ തമിഴ്നാടിൻ്റെ ബസ് സ്റ്റാൻഡുണ്ട്. ബസ് സ്റ്റാൻഡിൽ ഒരുവിധം കുഴപ്പമില്ലാത്ത ബാത്റൂമാണ്, ടോയ്ലറ്റുണ്ട്. അവിടെ പോയി പ്രഭാത കൃത്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞ് നടന്ന് ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട്, ഫോറസ്റ്റ് ഓഫീസുള്ളത്. അവിടെ എത്തി. അവിടെ നിൽക്കണം. 6 മണിക്ക് അവിടുന്ന് കടത്തി വിടും. നമുക്ക് പ്രത്യേക പാസ്സൊന്നുമില്ല. അവർ നമ്മുടെ ബാഗൊക്കെ പരിശോധിക്കും. പ്ലാസ്റ്റിക് ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല. പിന്നെ ക്യാമറ കൊണ്ടുപോകരുത്, ഡ്രോൺ കൊണ്ടുപോകരുത്. ബാക്കി നിബന്ധനകളൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് കാൽനടയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഫോറസ്റ്റ് ചെക്കിംഗ് ഉണ്ട്. ഇതിലേക്ക് പോകാനുള്ള ജീപ്പുകളാണ് പോകുന്നത്. വാലി പോയിക്കൊണ്ടിരിക്കുക. ഇവിടെയാണ് ഫോറസ്റ്റ് ചെക്കിങ്. അവിടെ ബാഗുകളൊക്കെ പരിശോധിച്ചിട്ട് മെറ്റൽ ഡിറ്റക്ടറിലൂടെ കയറ്റി വിടും. ആയുധങ്ങളൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിയാണ്. വന്യമൃഗങ്ങളൊക്കെ ഉള്ളതാണ്. അതിനെ തോക്കൊണ്ട് വെടിവെക്കുകയോ ഒക്കെ ചെയ്താലുള്ള കാര്യമായിരിക്കാം. അവിടെ കടത്തി വിട്ട് കഴിയുമ്പോൾ പിന്നെ എല്ലാം സമനിരപ്പായിട്ടുള്ള സ്ഥലമാണ്. കുറച്ച് ഏറെ ദൂരം. ഇവിടെല്ലാം ഫോറസ്റ്റുകാരെല്ലാം വളരെ ആക്റ്റീവായിട്ട് തന്നെ നിൽപ്പുണ്ട്. നല്ല കാനന ഭംഗിയുള്ള പ്രദേശമാണ്. രാവിലെ നല്ല എനർജി ആയിരുന്നു അങ്ങോട്ട് പോകാൻ. ഒരു പ്രത്യേക അനുഭവം. കാട്ടിനുള്ളിലൂടെയുള്ള ആ നടപ്പ്. സ്ത്രീകളും ഒക്കെയുണ്ട്, പ്രായമായവരും സ്ത്രീകളും എല്ലാവരും ഉണ്ട്. ഞാൻ സ്ട്രാവ ആപ്ലിക്കേഷൻ വഴി ഈ ദൂരം അളന്നു. 11.13 കിലോമീറ്ററാണ് മംഗളാദേവി ക്ഷേത്രത്തിൽ വരെ. ഏകദേശം 3 മണിക്കൂർ എടുക്കും. ആദ്യം കാണുന്ന ഈ പ്രദേശങ്ങളെല്ലാം വളരെ നിരപ്പ് പ്രദേശങ്ങളാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് സഹ്യ പർവ്വതത്തിലാണ്. സമുദ്രനിരപ്പിൽ നിന്നും 4300 അടി ഉയരത്തിലാണ് ഈ കണ്ണകി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് ആഹാരമൊന്നും കിട്ടത്തില്ല. വെള്ളം കിട്ടും, പക്ഷേ ഒരു കുപ്പി വെള്ളം കയ്യിൽ കരുതിക്കണം. ഇടയ്ക്ക് ഫോറസ്റ്റുകാർ വെള്ളം കൊടുക്കും. ആ വെള്ളം നിറച്ച് വേണം പോകാൻ. ആവശ്യത്തിന് വെള്ളം കരുതിക്കണം. എപ്പോഴും വെള്ളം കിട്ടുമെന്നൊന്നും പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്ക് വെള്ളം കുടിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സാധനമാണ് ഒരു കുളം. കുളമ്പൊക്കെ ഉണ്ട്. കാട്ടുപോത്താണോ? പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ കാട്ടുപോത്തല്ല. 2 വഴിയിലൂടെ മംഗളാദേവി ക്ഷേത്രത്തിലെത്താം. തമിഴ്നാട്ടുകാർ വരുന്നത് പള്ളിയാംകുടി എന്ന സ്ഥലത്തു നിന്ന് സഹ്യപർവ്വതം കയറിയാണ് വരുന്നത്. അതാണ് ഏറ്റവും ദുർഘടമായ വഴി. ആ വഴിയെ വരുവാൻ 7.4 കിലോമീറ്ററാണ്. ഞങ്ങൾ തിരിച്ചിറങ്ങിയത് ആ വഴിയിലൂടെയാണ്. തമിഴ്നാട്ടിലിറങ്ങി ആണ് തിരിച്ചു വന്നത്. ദുർഘടം എന്ന് വെച്ചാൽ അതീവ ദുർഘടം. സഹ്യ മല മുഴുവനും ഈ 4300 അടിയും നമ്മൾ നടന്നു കയറണം. പക്ഷേ കുമളിയിൽ നിന്നും വരുമ്പോൾ അത്രയും ഉയരമില്ല. കുമളി പർവ്വതത്തിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ടൗണാണ്. അത്രയും ഉയരമില്ല. അതിനേക്കാൾ വളരെ ഉയരത്തിൽ ആണ് കയറേണ്ടത് തമിഴ്നാട്ടുകാർക്ക്. അതായത് തമിഴ്നാട് സ്ഥിതി ചെയ്യുന്ന സമുദ്രനിരപ്പിലാണ്.
കുറച്ചാൾ മുമ്പ് മംഗള എന്ന് പറഞ്ഞിട്ട് കാഴ്ച ശക്തി കുറവായിട്ടുള്ള ഒരു കടുവക്കുട്ടീനെ കിട്ടിയായിരുന്നു. അതിനെ പാർപ്പിച്ച കൂടാണ്. അതിനെ ചികിത്സിച്ച് ഭേദമാക്കി പിന്നെ കാടിനോട് ഇണക്കി സ്വയം ഇര തേടാനുള്ള ശേഷിയാക്കിയിട്ട് വളർത്തിയിട്ടുള്ള കൂടി ഈ കുട്ടീനാണ്. എന്നിട്ട് കാട്ടി വിട്ടോ? അതിനെ കാട്ടി വിട്ടിട്ടില്ല എന്നാണ് വിശ്വാസം. ഇപ്പോഴും അത് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് എവിടെയാണ് ഇര പിടിക്കാനുള്ള. കാരണം മനുഷ്യനുമായിട്ട് സഹവാസം വന്നതുകൊണ്ട് അത് സ്വാഭാവികമായിട്ട് അത് ഇര പിടിക്കാനുള്ളൊരു ശേഷി നഷ്ടപ്പെട്ടു. കാഴ്ച കുറവുണ്ട്. കാഴ്ച കുറവുണ്ടായിരുന്നു. തിരിച്ചു കിട്ടിയത് പോകുന്ന വഴിക്ക് ഫോറസ്റ്റുകാർ വെള്ളം ടാങ്കിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുപ്പിയുണ്ടെങ്കിൽ കുപ്പിയിൽ ശേഖരിച്ചു കൊണ്ടുപോകാം. കുപ്പിയില്ലെങ്കിൽ പെട്ടുപോകും. വെള്ളമില്ലാതെ പോകാൻ പറ്റത്തില്ല. അതുപോലുള്ള അവസ്ഥയാണ്. ജീപ്പുകൾ ഇങ്ങനെ വാലേ വന്നുകൊണ്ടേയിരിക്കും. അത് നടക്കുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളൊരു സൈഡിൽ കൂടെ ഒക്കെ പോകണം. വളരെ ഏറെ ദൂരം കയറ്റമൊന്നുമില്ലാതെ സമനിരപ്പിൽ കൂടെ നടന്നു വന്നിട്ട് ഇപ്പോൾ കയറ്റം തുടങ്ങി. ഇനിയും മംഗളാദേവി ക്ഷേത്രം വരെയുള്ള വഴി കയറ്റമാണ്. എന്നാലും വഴി നല്ല വഴിയാണ്. ജീപ്പുമൊക്കെ പോകുന്ന വഴിയാണ്. നല്ല വഴിയാണ്. തമിഴ്നാട്ടിലേക്ക് ഇറങ്ങുന്ന വഴിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് നല്ല ഉഗ്രൻ വഴിയാണ്. ദൂരെ ഉയരത്തിൽ കാണുന്നതാണ് മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള ഒരു വാച്ച് ടവറാണ്. അത്രയും ദൂരം ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വലിയ കയറ്റം കയറി ഇങ്ങനെ എത്തി. ദൂരെ കാണുന്നതാണ് മംഗളാദേവി ക്ഷേത്രം വാച്ച് ടവറാണ്. ഞങ്ങൾക്ക് മുൻപേ പോയവർ മല കയറുന്ന ദൃശ്യമാണ് ആ കാണുന്നത്. അതിൻ്റെ സൈഡിലൂടെയുള്ള വഴിയേയും നടന്നു പോകാം. ജീപ്പ് പോകുന്ന ആ വഴിയിൽ കൂടെ നടന്നു പോകാം. അതാണ് ഇവിടെ അനായാസം. ഞങ്ങൾ ഏകദേശം പകുതിക്ക് മുകളിലെത്തി. ഇനിയും ഒരു നല്ലൊരു കയറ്റം. അത് കഴിഞ്ഞ് ഞങ്ങൾ മംഗളാദേവി ക്ഷേത്രത്തിൽ എത്തും. ചിത്രപൗർണമി മംഗളാദേവി ക്ഷേത്രത്തിൽ. ഞങ്ങളുടെ പിന്നാലെ വരുന്നവർ ദൂരെ നിന്നും നടന്നു വരുന്നത് കാണാം. ദൂരെ കണ്ടോ ജീപ്പുകൾ പോകുന്നതും ഒക്കെയുള്ള ദൃശ്യങ്ങൾ കാണാം. അതുപോലെ തന്നെ മംഗളാദേവി ക്ഷേത്രത്തിൽ നടന്നു പോകുന്നവർ കരുതേണ്ടുന്ന ഒരു സാധനമുണ്ട്. ഹൈക്കിംഗ് സ്റ്റിക്ക്, അല്ലെങ്കിൽ വെറും വടിയായാലും മതി. വളരെ അനിവാര്യമാണ്. ഇറങ്ങുമ്പോഴൊക്കെ ഇതുണ്ടെങ്കിൽ വളരെ ഉപകാരപ്രദമാണ്. മംഗളാദേവി ക്ഷേത്രത്തിൽ നിന്നും തിരിച്ച് തമിഴ്നാട്ടിൽ ഇറങ്ങി വരുമ്പോൾ ഹൈക്കിംഗ് സ്റ്റിക്ക് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ വടിയില്ലെങ്കിൽ 100% വീഴും. വടി ഉണ്ടായിട്ട് പോലും ഞങ്ങൾ 2-3 വീണു. കാട്ടിൽ മേയുന്ന കാട്ടി എന്നാണ് അവർ വിളിക്കുന്നത്. കാട്ടുപോത്ത് നമ്മുടെ വനങ്ങളിലില്ല. കാട്ടിയാണ്, അതായത് കാട്ടിലെ പശു എന്നാണ് ചിലർ പറയുന്നത്. ഇതിൻ്റെ ശാസ്ത്രനാമമൊന്നും എനിക്കറിയത്തില്ല. വളരെയേറെ എണ്ണം അവിടെ കാട്ടിൽ മേയുന്നുണ്ട്. ഞങ്ങളിപ്പം മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ മലയുടെ താഴെയാണ്. മംഗളാദേവി ക്ഷേത്രം അവിടെയാണ്. അതുകൊണ്ട് കാണിച്ച് ആ വാച്ച് ടവർ ഭാഗമാണ്. ക്ഷേത്രത്തിൽ പോയിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങിയത് ഇതുവഴിയല്ല, തമിഴ്നാട് വഴിയാണ്. ഈ മലയിറങ്ങി പള്ളിയാങ്കുടി എന്ന സ്ഥലത്തെത്തും. അതാണ് അടിവാരം. അവിടെ നിന്ന് ബസ്സിന് ഞങ്ങൾ ഗൂഡല്ലൂർ ചെന്നിട്ട് അവിടുന്ന് 10 കിലോമീറ്റർ ഉണ്ട് പള്ളിയാങ്കുടിയിൽ നിന്ന്. ഗൂഡല്ലൂരിൽ നിന്ന് ഞങ്ങൾ പോയത് ഓട്ടോറിക്ഷയിലാണ്. അവിടെ ബസ്സും കിട്ടും. ബസ് എപ്പോഴും കാണത്തില്ല കുമളിക്ക്. ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ കുമളിക്ക് പോയി. കുമളിയിൽ നിന്നും വരുന്നവർ ഇതുവഴിയും, തമിഴ്നാട്ടിൽ നിന്നും വരുന്നവർ ആ ദൂരെ കാണുന്ന ആ മലയുടെ ഭാഗത്തു നിന്ന് കണ്ടോ ഇറങ്ങി വരുന്നത് കണ്ടോ, അവിടുന്ന് അതുവഴിയാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവർ വരുന്നത്. ആൾക്കാർ വരുന്ന ദൃശ്യം കണ്ടല്ലോ. തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവർ അതുവഴിയുമാണ് വരുന്നത്. അവർ അവിടെ നിന്ന് വന്ന് ആ മല വഴി ഈ മലയുടെ ആ ഭാഗത്തെത്തും. അത് ആനയൊന്നുമല്ല, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് പാറ ആനയാണ് കൊമ്പൊക്കെയുള്ള. അത്
ഈ വരുന്നവർ തമിഴ്നാട്ടിൽ നിന്നും വരുന്നവരാണ്. താഴെയാണ് തമിഴ്നാട്, കമ്പം. ഇത്തിരി മേടൊക്കെ ഉണ്ടെന്ന് അവർ പറയുന്നത്. ആ കാണുന്ന മലയിലാണ് മംഗളാദേവി ക്ഷേത്രം. മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൽ 3 അമ്പലമാണുള്ളത്. 3 അമ്പലം, 3 പ്രതിഷ്ഠ. അതിൽ 2 പ്രതിഷ്ഠയും തമിഴ്നാട്ടുകാരാണ് പൂജിക്കുന്നത്. ഒരു പ്രതിഷ്ഠ മാത്രം കേരളീയർ പൂജിക്കുന്നുണ്ട്. യഥാർത്ഥത്തിലൊരു തർക്കമുള്ള ക്ഷേത്രം തന്നെയാണ് ഈ മംഗളാദേവി ക്ഷേത്രം. കേരളക്കാരുടേതെന്ന് കേരളക്കാരും തമിഴ്നാട്ടുകാരുടേതെന്ന് തമിഴ്നാട്ടുകാരും പറയുന്ന ക്ഷേത്രം. ഈ ക്ഷേത്രം ചിത്ര പൗർണമി ദിവസം തുറക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ചിത്ര പൗർണമി എന്നും പറയുന്നുണ്ട്. ശിലപ്പതികാരം മഹാകാവ്യത്തിലെ കഥാപാത്രമായ കണ്ണകിയുമായി ബന്ധപ്പെട്ട ചരിത്ര പൗരാണിക പ്രാധാന്യമുണ്ട് ഈ ക്ഷേത്രത്തിന്. ഇത് ഏറ്റവും അടുത്ത പട്ടണം കുമളി തന്നെയാണ്. പിന്നെ തമിഴ്നാട്ടിലെ പട്ടണമാണ്. കണ്ണകി ദേവിയായ കഥയാണ് പറയുന്നത്. പുരാതന കാലത്ത് കോവലൻ എന്ന ഒരു വ്യാപാരിയും ഭാര്യയായ കണ്ണകിയും മധുരയിൽ ജീവിച്ചിരുന്നു. കോവലൻ ഒരു തെറ്റായ കുറ്റാരോപണത്തെ തുടർന്ന് പാണ്ഡ്യരാജാവിൻ്റെ ഉത്തരവിൻ പ്രകാരം കൊല്ലപ്പെട്ടു. നിരപരാധിയായ ഭർത്താവിനെ കൊന്നതിൽ കണ്ണകി അതീവ ക്രോധയായി. അങ്ങനെ മധുര നഗരം ആ ക്രോധത്തിൽ കത്തിച്ച് നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. ശേഷം കണ്ണകി പടിഞ്ഞാറോട്ട് നടന്ന് ഇന്നത്തെ കുമളി പെരിയാർ വനമേഖലയിൽ എത്തിയെന്നും അവിടെ ദൈവിക ശക്തിയിൽ ലയിച്ചുവെന്നുമാണ് വിശ്വാസം. ആ സ്ഥാനത്താണ് ഇപ്പോൾ ക്ഷേത്രം ഇരിക്കുന്നത്, ക്ഷേത്രം നിർമ്മിച്ചത്. ചേരരാജാവായ ചേരൻ സെങ്കട്ടുവൻ ആണ് കണ്ണകിയുടെ ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നും കണ്ണകിയെ പത്നീദേവിയായി ആരാധിച്ചുവെന്നും ഒക്കെ പരമ്പരാഗതമായി അറിഞ്ഞു പോകുന്നു. അങ്ങനൊരു വിശ്വാസമുണ്ട്. ഇത് സഹ്യൻ്റെ ഉച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് നല്ല ഇടി വെട്ടും, നല്ല കാറ്റുമുണ്ടാകും. ഞങ്ങൾ പോയി അന്ന് വൈകുന്നേരം അവിടെ ഇടിവെട്ടി ഏതാണ്ട് 12 പേർക്കോളം ചെറിയ പരിക്കേറ്റു എന്ന് വാർത്തയിലറിഞ്ഞു. അങ്ങനെയൊക്കെയുള്ള അപകടങ്ങളുള്ള സ്ഥലമാണ്. വളരെ ഉയർന്ന പ്രദേശമായതുകൊണ്ട് അതിനുള്ള സാധ്യത വളരെ ഏറെയാണ്. കല്ലിൽ നിർമ്മിച്ച പൊളിഞ്ഞ അവസ്ഥയിലാണ് ക്ഷേത്രങ്ങൾ കിടക്കുന്നത്. ഭാഗികമായി ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, 3 ശ്രീകോവിലുകളാണുള്ളത്. 2 ശ്രീകോവിലുകളിൽ പൂജിക്കുന്നത് തമിഴ്നാട്ടുകാരാണ്, ഒരെണ്ണത്തിൽ കേരളക്കാരും. ഇവിടുന്ന് പൂജാരിമാർ പോയി ഈ ഒരു ദിവസം മാത്രം പൂജ നടത്തും. മറ്റു ദിവസങ്ങളൊന്നും പൂജയില്ല. ജീപ്പ് സർവീസ് ഈ ദിവസം മാത്രമേ ഉള്ളൂ. അല്ലാത്ത ദിവസം വനപാലകർ കടത്തി വിടത്തില്ല. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ട്രെക്കിങ്ങിന് വേണ്ടിയൊക്കെ പോകുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ആചാരപ്രകാരം ഈ ചിത്ര പൗർണമി ദിവസം മാത്രമേ വിടുകയുള്ളൂ. പോലീസും മറ്റ് സന്നാഹങ്ങളും എല്ലാം അവിടെ വളരെ അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഭക്തരെ കടത്തിവിടുന്നത്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു മൊട്ടക്കുന്നിൻ്റെ മുകളിലാണ്. നല്ല ഉയരത്തിലുള്ള സ്ഥലമായതുകൊണ്ട് അത് മൊട്ടക്കുന്നാണ്, വലിയ മൊട്ടമലയാണ്. ഒരു പർവ്വതത്തിൻ്റെ ഉയർന്ന ഭാഗമാണ്. ഇവിടെ അധികം വൃക്ഷങ്ങളൊന്നുമില്ല. അങ്ങിങ്ങായി ചില പോക്കറ്റുകളിൽ മാത്രം വൃക്ഷങ്ങളുണ്ട്. എന്നാലും അതൊരു കുന്ന പ്രദേശമാണ്. നിബിഡ വനമല്ല. ഇത് നല്ല ഒരു അനുഭവമാണ്. വർഷത്തിലൊരിക്കലേ പോകാൻ പറ്റൂ. പോകുന്നവർ തീർച്ചയായും 2 വഴി അറിഞ്ഞിരിക്കണം. കുമളിയിൽ നിന്നും മംഗളാദേവി ക്ഷേത്രം വരെയും, അത് കഴിഞ്ഞ് മംഗളാദേവി ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങി സഹ്യൻ മുഴുവൻ നടന്നിറങ്ങി തമിഴ്നാട്ടിലെത്തിയും ഉള്ള ആ അനുഭവം അറിഞ്ഞിരിക്കണം. ആ തിരിച്ചുള്ള ഇറക്കം അതീവ ഭീകരം തന്നെ പറയാം. ഞങ്ങൾ അഗസ്ത്യാർകൂടത്തിലൊക്കെ പോയിട്ടുണ്ട്, ഇറങ്ങിയിട്ടുണ്ട്. ഇത്രത്തോളം കഠിനമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. കഠിനമല്ല, ഇത് അതികഠിനമാണ്. നല്ല കല്ലുള്ള വഴിയാണ്. തെന്നി പൂഴി മണ്ണ് തെന്നി വീഴും. പല പ്രാവശ്യം ഞാൻ വീണു.
അങ്ങനെയുള്ള ഒരു റഫായിട്ടുള്ള വഴിയാണ്. അത് കുത്തനെയുള്ള 7-7.25 കിലോമീറ്ററേ ഉള്ളൂ. 7 കിലോമീറ്റർ കുറച്ചുകൂടെ ഉള്ളൂ. പക്ഷേ 7 കിലോമീറ്ററും കുത്തിറക്കമാണ്. സഹ്യനിൽ നിന്നും കുത്തിറങ്ങി പോകുന്നതാണ്. ഞങ്ങൾ മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ മുമ്പിലെത്തി. ഇനി അങ്ങോട്ട് കയറാൻ പോവുകയാണ്. ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ അവർ വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും വിലക്കുന്നുണ്ട്. എങ്കിലും പലരും സ്വകാര്യമായും അല്ലാതെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞാൻ കുറച്ചൊക്കെ വീഡിയോ എടുത്തു. ഈ ഭഗവാനെ വീഡിയോ എടുത്താൽ ഭഗവാന്റെ ചൈതന്യം പോകുമോ എന്തുവാണെന്നൊന്നും അറിയത്തില്ല. പല ക്ഷേത്രങ്ങളിലും ഈ വീഡിയോയും ഫോട്ടോയും നിരോധിച്ചിട്ടുണ്ട്. ഈ ആധുനികപരമായ എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാം. പക്ഷേ ഭഗവാനെ ചിത്രീകരിച്ചാൽ എന്തൊക്കെയോ ഭഗവാന് സംഭവിക്കുമെന്നോ അപ്രിയം സംഭവിക്കുമെന്നോ ഒക്കെയുള്ള അന്ധവിശ്വാസമായിരിക്കാം ഈ വീഡിയോയും ഫോട്ടോ എടുക്കരുതെന്നുള്ള അങ്ങനെ നിഷ്കർഷിക്കുന്നത്. എന്തായാലും ഭൂരിപക്ഷം പേരും വീഡിയോ ഒക്കെ എടുക്കും. കയ്യിലൊക്കെ മൊബൈലൊക്കെ വെച്ച് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് സൂക്ഷിക്കുക, അത് പിന്നീട് കാണുക എന്നൊക്കെയുള്ളത് നമ്മുടെ ഒരു സന്തോഷമാണ്. അത് നിരോധിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ക്രിസ്ത്യൻ പള്ളികളിലൊക്കെ വീഡിയോ എടുക്കാമല്ലോ. അവരുടെ എല്ലാ ചടങ്ങുകളും വീഡിയോ എടുക്കാം. അവരുടെ കുരിശുമൊക്കെ വീഡിയോ എടുത്താൽ അവരാരും അവിടെ അത് അനുവദനീയമാണ്. പക്ഷെ നമ്മുടെ ശ്രീകോവിലോ വിഗ്രഹമോ ഒന്നും വീഡിയോയിൽ പകർത്തരുത്. പകർത്തിയാൽ ദേവചൈതന്യം പോകും, ദേവകോപം ഉണ്ടാവും എന്നൊക്കെയാണ് നമ്മുടെ വിശ്വാസം. അതായിരിക്കും വിശ്വാസം. പക്ഷേ ഈ ദേവനെ ആരാധിച്ചു തുടങ്ങിയ കാലം മുതൽ ആ കാലത്തൊന്നും ഈ വീഡിയോ ചിത്രീകരണമോ ഫോട്ടോ എടുപ്പോ ഒന്നുമില്ല. അന്നേരം ദേവൻ്റെ സ്വഭാവം പിന്നെ എങ്ങനെ അറിഞ്ഞു എന്നുള്ളത് നമുക്കറിയില്ല. എന്നാൽ ഇതാണ് കണ്ണകി ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറുകയാണ് ഞങ്ങൾ. അത് കല്ലുകൊണ്ടുണ്ടാക്കിയ ക്ഷേത്രമാണ്. വളരെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കല്ലുകൊണ്ടുണ്ടാക്കിയ ക്ഷേത്രമാണ്. ഇത്രയും കാലം അത് നിന്നത് എന്തൊരു അത്ഭുതമാണെന്നാണ് എനിക്ക് അവിടെ ചെന്ന് തന്നെ മനസ്സിലായത്. തന്നെയല്ല, നല്ല പ്രകൃതിക്ഷോഭമൊക്കെ വരാവുന്ന സ്ഥലമാണ്. പ്രകൃതിക്ഷോഭം എന്നാൽ കാറ്റും ഇടിയും ഒക്കെ വരുന്ന സ്ഥലമാണ്. പല ഭാഗവും ഇടിഞ്ഞ് കിടപ്പുണ്ട്. അതൊന്നും പുനരുദ്ധരിച്ചിട്ടില്ല, അതുപോലെ തന്നെ ഇട്ടേക്കുകയാണ്. പുനരുദ്ധരിച്ചാൽ അതിൻ്റെ ആ നാച്ചുറൽ സ്വഭാവം, പ്രകൃതിയാവുള്ള ആ കാഴ്ച, ആ സ്വഭാവം, ആ രസം നമുക്കില്ലാതാകും. ഇതാണ് ആദ്യത്തെ ശ്രീകോവിൽ, ആദ്യത്തെ ആരാധനയുള്ള സ്ഥലം. ഈ ഭാഗം മലയാളികളാണ് ആരാധിക്കുന്നത്. അവിടെ നല്ല തിരക്കാണ്. അവിടെ ഇങ്ങനെ പൂജാരിമാർ നിൽക്കും, ഓരോന്ന് കൊടുക്കും, ദക്ഷിണ വാങ്ങിക്കും. അവർക്ക് നല്ല വരുമാനമാണ്. അപ്പുറത്ത് കാണുന്നതൊക്കെ തമിഴ്നാട്ടുകാരാണ്. അതിങ്ങനെ ഈ ക്ഷേത്രം ഇങ്ങനെ പ്രദക്ഷിണം ചെയ്ത്, ചുറ്റുപ്രദക്ഷിണം ചെയ്ത്, വലം ചെയ്ത് മുന്നേ ഒന്ന് തൊഴുതിട്ട് പിന്നീടാണ് തമിഴ്നാട്ടുകാർ പൂജിക്കുന്ന ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നത്. ഈ ക്ഷേത്രം കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ ആ പുരാതനത്വം, അതിൻ്റെ ഭംഗിയും. ആ കാണുന്നത് തമിഴ്നാട്ടുകാർ പൂജിക്കുന്ന ക്ഷേത്രമാണ്. അവിടെ നിൽക്കുന്നതും തമിഴ് പോലീസും അവരുടെ സന്നാഹങ്ങളുമാണ്. എന്തായാലും ഏറ്റവും ത്യാഗം സഹിച്ചു വരുന്നത് തമിഴ്നാട്ടുകാരാണ്. നമ്മുടെ കേരളക്കാരെല്ലാം ഭൂരിപക്ഷം പേരും ജീപ്പിൽ സൂചിച്ചു വരുന്നവരാണ്. ഈ കെട്ടുകൾക്കൊക്കെ എന്തുമാത്രം വർഷം പഴക്കമുണ്ടെന്ന് ഒരു പിടിയും കിട്ടത്തില്ല. ഇതൊക്കെ നിർമ്മിച്ച ആ കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് പോകണം. ഇതെങ്ങനെ ഈ കല്ലുകൾ ഇവിടെ കൊണ്ടുവന്നു, ഇവിടെ ഇങ്ങനെ പണിതു, ഇപ്പോൾ തന്നെ നമുക്ക് വരാൻ ദുർഘടമാണ്. ഇതെല്ലാം കൊണ്ടുവന്നത് തമിഴ്നാട്ടിൽ നിന്നായിരിക്കുമല്ലോ. അവിടുന്ന് തലച്ചുമടായി കൊണ്ടുവന്നതായിരിക്കും. ഇത്രയും കയറ്റം കയറി കൊണ്ടുവരിക. ഇവിടെങ്ങും കല്ലുമൊന്നുമില്ല, അവിടുന്ന് വേണം ഇത് കൊല്ലം കൊണ്ടുവരാൻ. ഇപ്പോൾ നല്ല ഭയങ്കര ക്യൂ ആണ്. ഈ ദിവസം നല്ല ക്യൂ ആണ്. അമ്പലത്തിൽ വളരെ ക്യൂവും ഭയങ്കര ബഹളം ഒന്നും മറ്റൊന്നുമില്ല. തിക്കും തിരക്കും എന്ന് വെച്ച് നമ്മൾ ശബരിമല കാണുന്ന തിക്കും തിരക്കൊന്നുമില്ല. നമുക്ക് തൊഴുതിട്ട് പോകാം. ക്ഷേത്രത്തിനുള്ളിലെ ദൃശ്യങ്ങളാണ് എല്ലാം. കരിങ്കല്ലാണ്. കരിങ്കൽ തൂണുകൾ, കരിങ്കൽ കെട്ടുകൾ, ചിലതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നു. നേരത്തെ വലിയ രീതിയിലുള്ള
കെട്ടുകൾ കാണും. ഇതുപോലെ ക്ഷേത്രത്തിൻ്റെ മതിലും വേറെ ഇതൊക്കെ ഒക്കെ കാണുമായിരിക്കാം. പക്ഷെ പലതും ഇളകി വീണ്ടും ഇടിഞ്ഞു കിടക്കുന്നതാണ്. സിമെൻറ്റും ഒന്നും ഇല്ലാത്ത കാലത്തുണ്ടാക്കിയ ക്ഷേത്രമാണ്. കുമ്മായവും ഒക്കെ ആയിരിക്കാം. പണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടുണ്ടാക്കിയ കാലത്ത് ഈ സിമെൻറ്റും ഒന്നുമില്ലല്ലോ. പക്ഷേ അത്രത്തോളം സ്ട്രോങ് ആയിട്ട് നമുക്കിവിടെ ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റത്തില്ല. നാരായണ അമ്മേ നാരായണ ദേവി നാരായണ. ക്ഷേത്രത്തിൻ്റെ ഒരു സൈഡിൽ നിന്നാൽ തമിഴ്നാട് വ്യക്തമായി കാണാം. സമനിരപ്പിൽ കിടക്കുന്ന തമിഴ്നാടിൻ്റെ ദൃശ്യം ഒരു ആകാശക്കാഴ്ചകൾ പോലെ നല്ല രസകരമായ ദൃശ്യമാണ്. അവിടെയൊക്കെയാണ് ഇനിയിപ്പം ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നത്. കണ്ടാൽ അധികം താഴ്ചയൊന്നും ഇല്ലെന്ന് തോന്നും. പക്ഷേ 4300 അടി താഴ്ചയിലാണ്. 4300 അടി നടന്നിറങ്ങണമെങ്കിൽ എന്തുമാത്രം ദൂരം സഞ്ചരിക്കേണ്ടതായിരുന്നു. 7 കിലോമീറ്റർ 7.25 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ മംഗളാദേവി ക്ഷേത്രത്തിൽ തൊഴുതു. കുമളിയിൽ നിന്ന് നടന്നാണ് കയറി വന്നത്. ഇനി ഞങ്ങൾ പോകുന്നത് നടന്ന് ഗൂഡല്ലൂർ തമിഴ്നാട്ടിലിറങ്ങി 2 വഴിയും ഞങ്ങൾ മനസ്സിലാക്കി പോകാനാണ്. ഒരൊറ്റ വരവ് ആ പോകുന്ന വഴിയാണ്. അത് ഇച്ചിരി നല്ല ഒരു ദുർഘടം പിടിച്ച വഴിയാണെന്നൊക്കെ പറയുന്ന അറിയില്ല. എന്തായാലും ഇങ്ങോട്ട് കയറി വന്ന നല്ല കയറ്റമായിരുന്നു. അതുപോലെ ഇറക്കം അതിനേക്കാൾ ഇറക്കം കാണും. തമിഴ്നാട്ടിലാണ് പോയി ഇറങ്ങുന്നത്. കുമളി തമിഴ്നാട്ടിനേക്കാൾ ഉയർന്നു കിടക്കുന്ന സ്ഥലമാണ്. അതിന് കുമളിയിൽ നിന്ന് ഇവിടെ വരെ വലിയ കയറ്റം കാണത്തില്ല. പക്ഷേ തമിഴ്നാട്ടിലേക്ക് നല്ല ഇറക്കമായിരിക്കും. പല മലകൾ കടന്നാണ്. അതാണ് നല്ല കയറ്റവും ഇറക്കവും ആയിരിക്കുമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഞങ്ങൾ പോയി നോക്കാം. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് വരാം. നന്ദി. ഡീപ്പായിട്ടുള്ള വഴിയിലൂടെയാണ് കയറി ഇറങ്ങുകയും ചെയ്യുന്നത്. വളരെ ശ്രദ്ധിച്ച് കയറി ആണല്ലോ ഒരെളുപ്പം വീണു. ഇവിടെ കണ്ണൻ വീഴാൻ തുടങ്ങി. ഇതിൻ്റെ ഭീകരത ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവത്തില്ല. ഇതൊരു കുത്തു കയറ്റമാണ്. ഞങ്ങൾ 1/4 മണിക്കൂർ എടുത്ത് ഇറങ്ങാൻ. ഞങ്ങളെല്ലാം 1-2 ഭാഗത്ത് വീണു. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു കുത്തു കയറ്റം. വീഡിയോ എടുക്കുമ്പോൾ അറിയത്തില്ല, സ്ലോപ്പായിട്ടാവുന്നേ. ഈ ആൾക്കാർ നടന്ന് കയറുന്ന കാണാം. സ്യൂം ചെയ്യും. തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരാണ്. ഒരു മല കയറി ഇറങ്ങി. ഇനി അടുത്ത മല താഴെ ഇറങ്ങി തമിഴ്നാട്ടിലിറങ്ങണം. തമിഴ്നാട്ടിലിറങ്ങി അവിടുന്ന് ബസ്സിൽ കയറി കുമളിയിലെത്തണം. കുമളിയിലാണ് കാറ് കിടക്കുന്നത്. വേറെ നല്ല 2-3 മലകൾ കയറി ഇറങ്ങി. എത്ര മല ഇപ്പം കയറി ഇറങ്ങി? ഇപ്പം കുറച്ച് സമതലമാണ്.
ഇനിയുള്ളത് എന്തുവാന്ന് അറിയത്തില്ല. വരട്ടെ. ഞങ്ങൾ ഇനിയും നേരെ ഇറങ്ങുകയാണ്. താഴെ കാണുന്നതാണ് തമിഴ്നാട്. ഇനി അത്രയും ദൂരം ഇതുപോലുള്ള സ്ഥലത്തൂടെ ഇറങ്ങിപ്പോണം. കയറ്റം കയറുന്നതിനേക്കാൾ ഭീകരമാണ് ഈ ഇറക്കം ഇറങ്ങുന്നത്. ഞങ്ങൾ കയറിയ മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ ആ വാച്ച് ടവറാണ് കാണിക്കുക. കേട്ടോ, എന്ത് പൊക്കത്തിലാണ് നോക്കണേ. ഞങ്ങൾ തമിഴ്നാടിൻ്റെ അടിവാരമായ പള്ളിയാങ്കുഴിയിൽ എത്തിയപ്പോൾ നല്ല ഇടിയും മഴയും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് 10 കിലോമീറ്റർ ബസ് യാത്ര ചെയ്ത് ഗൂഡല്ലൂർ എത്തി. ഗൂഡല്ലൂരിൽ നിന്ന് ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്കാണ് കുമളിക്ക് പോയത്. അവിടെ ഞങ്ങളുടെ കാറുണ്ടായിരുന്നു. കാറിൽ ഞങ്ങൾ വീട്ടിൽ വന്നു. അങ്ങനെ നല്ലൊരു യാത്രയായിരുന്നു.